അല്ല, നാളെ 14-ാം തീയതി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. ശശി തരൂരിനോടുള്ള അദ്ദേഹത്തിൻ്റെ വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തെ അവഗണിക്കുന്നതിലും സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിലും പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബഹുമാന്യരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ് വരും ദിവസങ്ങളിൽ. നിങ്ങൾ നോക്കിയിട്ട് പറയുന്നു, എല്ലാം ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ അറിയിക്കാനാണോ? അല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അത്തരം നേതാക്കൾക്കുള്ള സ്വീകരണം ഒരിക്കലും ഉണ്ടാവാറില്ലല്ലോ. അല്ലല്ല, BJP ഒരു തരത്തിലും ഇത്തരം വിഷയങ്ങളിൽ വർഗീയത ആളി കത്തിക്കുന്നില്ല. അല്ല, അതിൽ ഞങ്ങൾ CPM-ൻ്റെ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞു അതൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു GST നടപ്പിലാക്കില്ല, നടപ്പിലായി. നോട്ട് നിരോധനം അംഗീകരിച്ചു. മുത്തലാഖ് ബില്ല് ഞങ്ങളിവിടെ അംഗീകരിക്കില്ല. ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല. ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലുള്ളതാണല്ലോ. പിണറായി വിജയൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അംഗീകരിക്കില്ല, ഇത് കേരളമാണ്. നാഷണൽ പറയട്ടെ, ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ ചെയ്യും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായി? ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചു. മുത്തലാഖ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു. കേരളത്തിൽ ആരെങ്കിലും ഇപ്പോൾ മുത്തലാഖ് മൊഴി ചൊല്ലുന്നുണ്ടോ? GST അംഗീകരിക്കില്ലെന്ന് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു. GST അംഗീകരിച്ചു, അതിൻ്റെ കാശും വാങ്ങി. അപ്പോൾ പിണറായി വിജയൻ ഇത് ആളുകളെ കബളിപ്പിക്കാൻ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, CAA ആദ്യം അംഗീകരിക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും. കേരളയിൽ കിട്ടിയോ? ഏത് സ്കൂളിൽ? ചുമ്മാ അടിച്ച് വിട്ടു അച്ചാരം വാങ്ങിയിരിക്കും. ഫോണും റൈസും റെയിലൊന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ്. കിട്ടാത്ത റൈസ് പറയട്ടെ. ഫോൺ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഫോൺ, റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റൈസ്, റെയിൽ എന്ന് പറഞ്ഞാൽ കിട്ടാത്ത റെയിൽ. ചുമ്മാ അടിച്ചിറക്കുന്നല്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരായി ഉയർന്നു വന്നിട്ടുള്ള കേസുകളിൽ കോടതിയിലൂടെ അത് അട്ടിമറിക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയതോടുകൂടി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൂടുതൽ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുക. അഴിമതി മറച്ചുവെക്കാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിനും മകൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനാവാത്ത മുഖ്യമന്ത്രി KSIDCയെ ഉപയോഗിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് SFIO അന്വേഷണത്തിൽ നിന്ന് തടി തപ്പാനുള്ള നീക്കമാണ് നടത്തിയത്. അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്.